Class for English. Class for English. Hi students. Now we are starting a new lesson. That's a poem. Okay, what's the name of the poem? He can do and she can do. He can do, she can do. That's the name of the poem. Okay, this poem by Ricky Ketch. Ricky Ketch. Ricky Ketch, he is a Grammy Award winning composer. He is a Grammy Award winner. He was born in 1981 in USA. He can do, she can do. Poet ആരുടേതാണ്? റിക്കി കെച്ച്. ഒരു ഗ്രാമി അവാർഡ് വിന്നറാണ് റിക്കി കെച്ച്. Then this poem describes about men and women are equal. ഈ പോയത്തിൽ എന്താണ് പറയുന്നത്? Men and women are equal. Men, women. ഇതിൽ ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും all are important or all are equal. Okay. So men and women are equal. So this poem describes about gender equality. Gender equality. What is meant by gender equality? So men and women are equal. That's the meaning. Gender equality. So നമുക്ക് പോയത്തിലേക്ക് പോവാം. So take your text. First I will read it. He is a chef and bakes delicious cake. His dinners are quite often quite a vision. He loved to cook when he was a boy. He loved being in the kitchen. പറഞ്ഞിരിക്കുന്നത് എന്താണ്? He is a chef. Chef means അറിയാലോ? ഫുഡ് കുക്ക് ചെയ്യുന്ന ആള് അല്ലേ? ഷെഫ്. He is a chef and bakes delicious cake. എനിക്കറിയാം, ആ ഷെഫിനെ അറിയാം. CHEF എന്നാണ്, ബട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്? ഷെഫ് എന്നാണ്. ഓക്കെ, ഷെഫ്. He is a chef and bakes delicious cakes. നല്ല delicious ആയിട്ടുള്ള, delicious means tasty, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഷെഫിനെ എനിക്കറിയാം. His dinners are quite a vision. Vision means beautiful or pleasing to the eyes. അതായത് ആ ഷെഫിന്റെ ഡിന്നറൊക്കെ, അതായത് അദ്ദേഹം ഉണ്ടാക്കുന്ന ഡിന്നറൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആണ്, വളരെ ടേസ്റ്റിയാണ്. ഓക്കെ. He loved to cook when he was a boy. ആ ഷെഫ് കുട്ടിയായിരുന്നപ്പോൾ മുതൽ, he loved to cook, കുട്ടിയായിരുന്നപ്പോൾ മുതലേ അവൻ എന്താണ്? കുക്ക് ചെയ്യാനാണ് ഇഷ്ടം. He loved being in the kitchen. എപ്പോഴും അവന് he loved being in the kitchen. കിച്ചണിലായിരിക്കാനായിട്ടാണ് ഇഷ്ടം. എന്താണ് ഈ ടു ലൈൻസിന്റെ മീനിങ് എന്താണ്? അതായത് കിച്ചണിൽ സാധാരണ കൂടുതലും ഇഷ്ടം സ്ത്രീകൾക്കാണ് കൂടുതലും ഇഷ്ടം, വുമണിനാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇവിടെ നേരെ അതിന്റെ ഓപ്പോസിറ്റ് പറഞ്ഞിരിക്കുന്നു. ഓക്കെ. അപ്പം മെന്നാണെങ്കിലും വളരെ ഭംഗിയായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാനായിട്ട് കഴിയുന്ന ഒരു ഷെഫിനെയാണ് നമ്മൾ ഫസ്റ്റ് ടു ലൈൻസിൽ കണ്ടത്. ദെൻ നെക്സ്റ്റ് ലൈൻ, ആൻഡ് ഐ നോ എ ലേഡി. എനിക്കൊരു ലേഡിയെ അറിയാം. എങ്ങനെയുള്ള ലേഡിയാണ്? ഹു ഫ്ലൈസ് എ പ്ലെയിൻ. പ്ലെയിൻ പറപ്പിക്കുന്നു. സോ എന്താണ്? ഷീസ് എ പൈലറ്റ്. ഒരു പൈലറ്റ് ആണ്. ഓവർ ദ സീസ് ആൻഡ് സാൻഡ്. അല്ലേ? നമുക്കറിയാം പൈലറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കടലുകൾക്കപ്പുറം അല്ലെങ്കിൽ അല്ലേ, കടലുകൾക്കപ്പുറം അല്ലെങ്കിൽ മണലുകൾക്കപ്പുറം എന്താണ്? അതായത് ഒരു പ്ലെയിൻ ഉയർത്തിക്കൊണ്ട് പോവുക, അതിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു ലേഡിയെ എനിക്കറിയാം. വെൻ ഷി വാസ് എ ഗേൾ. ആ പൈലറ്റ് കുട്ടിയായിരുന്നപ്പോൾ, അവളൊരു ഗേൾ ആയിരുന്നപ്പോൾ, ഷി ലവ്ഡ് ടു വർക്ക് വിത്ത് ടൂൾസ് of steel in
her hand. അവളുടെ കയ്യിൽ എപ്പോഴും എന്തായിരുന്നു? പാവ. സാധാരണ പെൺകുട്ടികൾക്ക് പാവകളും ഒക്കെയാണ് ഇഷ്ടം. ബട്ട് എപ്പോഴും ഇവളുടെ കയ്യിൽ എന്തായിരുന്നു? വിത്ത് ടൂൾസ് ഓഫ് സ്റ്റീൽ. സ്റ്റീൽ കൊണ്ടുള്ള ടൂളായിരുന്നു എപ്പോഴും കയ്യിൽ, ഉപകരണങ്ങളായിരുന്നു എപ്പോഴും കയ്യിൽ. അത് വെച്ചിട്ട് ഓരോന്ന് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു? അതിനോടായിരുന്നു. അതുകൊണ്ടാണ് അവൾ പൈലറ്റ് ആയത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സ്റ്റാൻസ അവിടെ കഴിഞ്ഞു. ക്ലിയർ ആയോ? നമ്മൾ ആദ്യം ഒരു ഷെഫിനെ കണ്ടു, ദെൻ ഒരു ലേഡി പൈലറ്റിനെ കണ്ടു. അപ്പം അതായത് ഷെഫ് മെയിലാണെങ്കിലും കുക്ക് ചെയ്യാനായിട്ടാണ് ഇഷ്ടം. പൈലറ്റ് ഫീമെയിൽ ആണെങ്കിലും എന്താണ് ഇഷ്ടം? കൂടുതലും സ്റ്റീൽ ടൂളിനോടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. നെക്സ്റ്റ് പേജ്, കോറസ്. കോറസ് എന്താണ്? അതായത് ഒരുമിച്ച് എല്ലാം ഈ പോയതിൻ്റെ ഇടയ്ക്കായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു സ്വരം, അതാണ് കോറസ്. ഈ പോയതിൽ കോറസ് എന്ന് പറയുമ്പോൾ റിഫ്രൈൻ എന്നാണ് പറയുന്നത്. റിഫ്രൈൻ അതായത് ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും സ്ട്രെസ് ചെയ്ത റിപ്പീറ്റിംഗ് വേർഡ്സ് ആണ് എന്ന് പറയുന്നത് കോറസ്. അല്ലെങ്കിൽ അത് പോയതിൽ വരുമ്പോൾ കോറസ് ഈസ് കോൾഡ് റിഫ്രൈൻ. ഓക്കെ, റിഫ്രൈൻ എന്നാണ് പറയുന്നത്. അത് ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ കോറസ് എന്താണെന്ന് നോക്കി. She can do and he can do the things they do so well. അപ്പം അവൾക്ക് പറ്റും, അതും അവനും പറ്റും. She can do and he can do, so teach them to excel, excel, excel. അങ്ങനെ മുമ്പോട്ട് ഉയരട്ടെ. ഓക്കെ, ഇനി അത് കോറസ് ആണ്. അത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുന്നതാണ്. ഇനി അടുത്ത കാര്യം പറഞ്ഞിരിക്കുന്നത് ബ്രദേഴ്സ് ഹെൽപ്പിംഗ് മം ഡസ് ദ ഫർണിച്ചർ. അതായത് നമ്മുടെ വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മളെ സാധാരണ അമ്മമാരെ സഹായിക്കുന്നത് ആരാണ്? പെൺകുട്ടികളാണ്. സോ ഇവിടെ ആരാണ് സഹായിക്കുന്നത്? ബ്രദേഴ്സ് ഹെൽപ്പിംഗ് മം ഡസ്റ്റ് ദ ഫർണിച്ചർ. ഫർണിച്ചറിലെ ഡസ്റ്റ് ഒക്കെ പൊടിയൊക്കെ തൂത്ത് വൃത്തിയാക്കാൻ അമ്മയെ ആര് സഹായിക്കുന്നു? ബ്രദർ. ഡാഡ്സ് ഡൂയിങ് ലോണ്ട്രി ഡൗൺസ്റ്റെയർ. ഡാഡ് എന്താണ്? ഫാദർ എന്താണ് ചെയ്യുന്നത്? ഡൂയിങ് ലോണ്ട്രി. ലോണ്ട്രി മീൻസ് വാഷിംഗ് ക്ലോത്ത്സ്. ക്ലോത്ത്സ് ഒക്കെ വാഷ് ചെയ്യും അല്ലേ? ലോണ്ട്രി ഡൗൺസ്റ്റെയർസ്. ബിഗ് സിസ്റ്റർ ജംപ്സ് ടു ഡു ഹെർ ഷെയർ. മുതിർന്ന സിസ്റ്റർ ആണെങ്കിൽ അവളുടെ കാര്യം ചെയ്യാനായിട്ട് അവൾ ചാടി വീഴുന്നു. എല്ലായിടത്തും തെറ്റുകൾ പറ്റുന്നു. റണ്ണിങ് എറാൻസ്. എറാൻസ് മീൻസ് തെറ്റുകൾ. ഓക്കെ, എറാൻസ് എവരിവെയർ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ. അപ്പൊ ബ്രദർ ചെയ്യുന്ന ജോലിയല്ല സാധാരണഗതിയിൽ. അപ്പം ഇങ്ങനെ ഒരാൾക്ക് ഒരു ജോലി എന്ന് ആരും പറഞ്ഞിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങൾ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞ, അതായത് നിങ്ങളത് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. ഒരു ജോലി ഒരാൾക്കായിട്ട് മാത്രം, സ്ത്രീകൾക്ക് മാത്രം പറ്റുന്നത്, പുരുഷന്മാർക്ക് മാത്രം പറ്റുന്നത്, ഇങ്ങനെ ആരും ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടില്ല. ആർക്കും ചെയ്യാം. അതാണ് നെക്സ്റ്റ് സ്ലൈഡിൽ പറയുന്നത്. എ ജോബ് ഈസ് എ ജോബ്. ജോബ്, ജോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജോലി, ജോബ്. എ ജോബ് ഈസ് എ ജോബ് ആൻഡ് ക്യാൻ ബി ഡൺ ബൈ എനി വുമൺ ഓർ മാൻ ഹു വിൽ. അതായത് ആഗ്രഹമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അല്ലാതെ മാൻ എന്നോ വുമൺ എന്നോ വ്യത്യാസം ഇല്ല. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ എനി ബാരിയേഴ്സ്. ബാരിയേഴ്സ് മീൻസ് അതായത് എന്തെങ്കിലും ഡിഫിക്കൽട്ട്, എന്തെങ്കിലും തടസ്സങ്ങൾ, അതാണ് ബാരിയർ. ലെറ്റ്സ് ബ്രേക്ക് ഡൗൺ എനി ബാരിയേഴ്സ് ആൻഡ് ഗെറ്റ് ദ ജോബ് ടു ദ വൺസ് ഹു വിൽ. അപ്പൊ നമുക്ക് ഈ ബാരിയേഴ്സ് കൂടുതലും എന്താണ്? നമ്മുടെ സമൂഹമാണ്, നമ്മുടെ സൊസൈറ്റി നമ്മളെ അനുവദിക്കത്തില്ല. ചില ജോലികൾ സ്ത്രീകൾക്ക്, ചില ജോലികൾ മെന്നെ, ചില ജോലികൾ വുമൺ, ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സൊസൈറ്റിയാണ്. ഒരു സൊസൈറ്റിയുടെ ഒരു തോട്ട്, നമ്മുടെ മെന്റാലിറ്റിയാണ്. അപ്പം അത് എന്ത് ചെയ്യുക? അത് ബ്രേക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ വീണ്ടും കോറസ് പറയുന്നത് he can do and she can do the things they do so well, and he can do and she can do, so teach them to excel, excel, excel and see what they can do. അപ്പം ഇതൊന്നുമില്ല, എല്ലാ ജോലിയും എല്ലാവർക്കും ചെയ്യാം. മനസ്സുണ്ടെങ്കിൽ ഏത് ജോലിയും എല്ലാവർക്കും ചെയ്യാം. There is no job meant only for men or women.
ഓക്കെ, മെൻ ഓർ ഫോർ വുമൺ. അപ്പം ഇതാണ് നമ്മുടെ ഈ പോയത്തിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ. സോ എല്ലാവർക്കും ഇഷ്ടമായോ? അപ്പം ഈ പോയത്തിൻ്റെ റൈമിംഗ് വേർഡ്സ് നോക്കി. പോയം റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരേ ലൈനിൽ ഒരേ പ്രൊനൗൺസിയേഷൻ ഒരുപോലെ വന്ന് തീരുന്നത്. നോക്കി ഏതെങ്കിലും ഉണ്ടോ നോക്കി. സാൻസ് ആൻഡ്, സാൻസ്, സാൻസ്, ഹാൻസ് ഒരുപോലെ വന്ന് അവസാനിക്കും. സ്പെല്ലിംഗ് ഒരുപോലെ ആകണമെന്നില്ല, ബട്ട് പ്രൊനൗൺസിയേഷൻ ഒരുപോലെ ആകുക. ഓക്കെ, ദെൻ വെൽ എക്സൽ, വെൽ എക്സൽ, വെൽ എക്സൽ അതും റൈമിംഗ് വേർഡാണ്. അപ്പം ഇങ്ങനെയുള്ള റൈമിംഗ് വേർഡ്സ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചെഴുതുക. അപ്പം ഇതിൽ വരുന്ന ഒരു കാര്യമാണ് റഫ്രൈൻ. റഫ്രൈൻ എന്ന് പറഞ്ഞത് എന്താണ്? കോറസ്, അതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പഠിച്ച മെസ്സേജ് എന്ന് പറഞ്ഞാൽ മെൻ ആൻഡ് വുമൺ ആർ ഈക്വൽ എന്നാണ്. നിങ്ങൾ സ്ലോഗൻ കണ്ടിട്ടുണ്ടോ? സ്ലോഗൻ, സ്ലോഗൻ മീൻസ് അതായത് നമ്മളെ ഒരു പ്രത്യേക മെസ്സേജുകളൊക്കെ അറിയിക്കാനായിട്ട് ഒരു പ്ലക്കാർഡ് പോലെ എഴുതി അതിൽ സേവ് ട്രീസ്, സേവ് എർത്ത്, അത്ര മാത്രമേ ഉള്ളൂ. നമുക്കതുകൊണ്ട് മനസ്സിലായി, മരങ്ങളെ സംരക്ഷിക്കുക, ഭൂമിയെ രക്ഷിക്കുക. അപ്പം ആ 2 ലൈനിലൂടെ നമുക്ക് നമുക്ക് കിട്ടേണ്ട ആ മെസ്സേജ് കിട്ടി. അപ്പം അതുപോലെ മെന്നും വുമണും ഈക്വലാണ്. നമ്മൾ ഈ പഠിച്ച ഈ ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു സ്ലോഗൻ നിങ്ങൾ തയ്യാറാക്കുക. ഓക്കെ, സോ സ്റ്റഡി വെൽ.